بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഫിഖ് പഠിക്കുന്നതിന് വേണ്ടി ഉംദത്തുൽ അഹ്കാമിന്റെ ദർസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് അതിലാദ്യത്തെ കിതാബായ കിതാബു ത്വഹാറ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തിയാക്കി. പിന്നീടുള്ളത് കിതാബു സ്വലാ ആണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട പാഠങ്ങൾ വരുന്ന അധ്യായമാണ് കിതാബു സ്വലാ എന്നുള്ളത്. നാം പറഞ്ഞു എന്തുകൊണ്ടാണ് ഫിഖ്ഹിൽ ഒന്നാമതായി കിതാബു ത്വഹാറ പിന്നീട് കിതാബു സ്വലാ കൊടുക്കാനുള്ള കാരണം. അത് അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയത് നിസ്കാരമായതുകൊണ്ടാണ്. നിസ്കാരമാകട്ടെ അത് ശുദ്ധി ഇല്ലാതെ സ്വീകരിക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് കിതാബു ത്വഹാറ അത് മുഖേന ആരംഭിച്ചു. പിന്നീട് കിതാബു സ്വലാ പഠിച്ചു. പിന്നീട് കിതാബു സ്വലയ്ക്ക് ശേഷം കിതാബു സക്കാത്തിനെ കുറിച്ച് പഠിക്കും. പിന്നീട് സൗമിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, പിന്നീട് ഹജ്ജിനെ കുറിച്ച്. അങ്ങനെ അർക്കാനുൽ ഇസ്ലാമിലുള്ള ആ ഒരു തർത്തീബിലാണ് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത് കിതാബു സ്വലയാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായമാണ്. അസ്സല കിതാബ് എന്ന് പറഞ്ഞാൽ അത് ഫിഖ്ഹിയായ ഒരു പ്രയോഗമാണ്, ഗ്രന്ഥം എന്നുള്ള നിലക്കല്ല. കാരണം ഫിഖ്ഹിൽ അതിന്റെ വലിയ വലിയ അധ്യായങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും കിതാബ് എന്നുള്ള പേരിൽ കൊടുക്കും. പിന്നീട് ആ കിതാബിന്റെ താഴെ ഒരുപാട് ബാബുകൾ ഉണ്ടാകും. ഒരുപാട് ബാബുകൾ, അതിന് താഴെ വരുന്ന ഉപ അധ്യായങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് അതിൽ പ്രത്യേക മസ്അലകൾ ഉണ്ടെങ്കിൽ ഫസ്ലുൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പ്രത്യേകമായിട്ടൊക്കെ കൊടുക്കും. അതൊരു ഫിഖ്ഹിന്റെ ഒരു ഭാഷാ രീതിയാണ് ആ കിതാബ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇതൊരു മുഴുവൻ ഒരു കിതാബല്ല. കിതാബ് തൗഹീദ് പറയുന്നത് പോലെയല്ല. കിതാബ് തൗഹീദ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥമാണ്. അതിൽ മുഴുവൻ, ആ ഗ്രന്ഥം മുഴുവനും തൗഹീദാണ്. ഇതിൽ ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥത്തിൽ ഒരു വലിയൊരു അധ്യായം കിതാബു സ്വലാ എന്ന് പറയുന്നത്, അഥവാ കിതാബു ത്വഹാറ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരംഭിക്കുന്ന ഒരധ്യായം, അതാണ് കിതാബു സ്വലയിൽ ആ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്സലാ നമുക്കറിയാവുന്ന കാര്യമാണ്. നിസ്കാരത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്നാൽ സ്വല എന്ന വാക്കിന്, അതിന് ഭാഷയിലുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദുആ എന്നാണ്. പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക എന്നതാണ് ഭാഷയിൽ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആ രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹജ്ജ്, സക്കാത്ത് സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ശേഷമുള്ള എല്ലാ വലിയുൽ അംറിനും ഭരണാധികാരികൾക്കും അവർക്കുമേൽ ബാധകമായിട്ടുള്ള ആയത്താണ്. ഖുദ മിൻ അംവാലിഹിം സദഖ, അവരിൽ നിന്നും നീ സദഖ സ്വീകരിക്കുക. ഖുർആൻ സദഖ എന്ന് ഉപയോഗിക്കുന്നത് സക്കാത്താണ്, നിർബന്ധ സക്കാത്താണ്. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അത് മുഖേന അവർക്ക് ശുദ്ധി ഉണ്ടാകും. അതുപോലെ പരിശുദ്ധി അവർക്ക് അവരുടെ ഹൃദയത്തിനും അവരുടെ സമ്പത്തിലും എല്ലാം ശുദ്ധി ഉണ്ടാകും. എന്നിട്ട് പറഞ്ഞു അവർക്കൊരു സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ് വസല്ലി അലൈഹിം. ആ സക്കാത്ത് നമ്മൾ ആരിൽ നിന്നാണോ സ്വീകരിച്ചിട്ടുള്ളത്, വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നാണ് അർത്ഥം. ഇന്ന സലാത്തക ശകനുല്ലഹും, തീർച്ചയായും ഇങ്ങനെ ഭരണാധികാരി അതല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ഈ ആളുകൾ അവരിൽ നിന്ന് സക്കാത്ത് പിരിച്ച് അവർക്ക് ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകട്ടെ പോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അവർക്കൊരു മനസ്സമാധാനം കിട്ടുന്ന കാര്യമാണ്. വല്ലാഹു സമീഉൻ അലീം, നിങ്ങളുടെ ദുആയും ആളുകളുടെ സംസാരവും എല്ലാം അല്ലാഹു കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ കൊടുത്ത വ്യക്തിയുടെ നിയ്യത്ത് അത് അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലാഹു സമീഉൻ അലീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. പറഞ്ഞു വന്നത് ഇവിടെ വസല്ലി അലൈഹിം, അവർക്ക് സലാത്ത് ചൊല്ലുക എന്നിവിടെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ദുആ എന്നാണ്. വദ്ഉ എന്നാണ്. വദ്ഉ ലഹും, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സലാ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ദുആ എന്നർത്ഥമുണ്ട്. എന്തുകൊണ്ടാണ് അപ്പോൾ നിസ്കാരത്തിന് സലാ എന്നുള്ള പേര് വെച്ചിട്ടുള്ളത്? കാരണം നിസ്കാരം എടുത്തു നോക്കിയാൽ അതിൽ മുഴുവൻ ദുആയാണ്. അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദുആയാണ്. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, അവിടെ തുടക്കത്തിൽ നമ്മൾ ഫാത്തിഹയിൽ തന്നെയൊക്കെ ദുആ ഉണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതൊക്കെ ദുആയാണോ? നമ്മൾ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയുന്നുണ്ട്, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ദുആയാണോ എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം. യഥാർത്ഥത്തിൽ ദുആ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ദുആ ഉൽ ഇബാദ, മറ്റൊന്ന് ദുആ ഉൽ മസ്അല. ദുആ ഉൽ ഇബാദ എന്ന് പറയുന്നത് അള്ളാഹുവിനെ പുകഴ്ത്തലും
അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന നേർച്ചകളും ബലികളും അതുപോലെ അള്ളാഹുൽ ബരമേൽപ്പിക്കലും ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും അതെല്ലാം ദുആ ഉൽ ഇബാദയാണ്. അത് നമ്മൾ സുബ്ഹാൻ അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അൽഹംദുലില്ലാ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, അള്ളാഹു അക്ബർ അള്ളാഹു എല്ലാത്തിനേക്കാളും വലിയവനാകുന്നു പോലുള്ള ദിക്റുകളെല്ലാം ചൊല്ലുന്ന സമയത്ത് അത് ദുആ തന്നെയാണ്. അതിനാണ് ദുആ ഉൽ ഇബാദ എന്ന് പറയുന്നത്. എങ്ങനെയാണത് ദുആയാകുന്നത്? കാരണം ഇതെല്ലാം പറയുന്ന സമയത്ത് നമ്മുടെ ഖൽബിൽ നിന്നൊരു തേട്ടമുണ്ട്, നമുക്കിതിന് പ്രതിഫലം ലഭിക്കണം. അതൊരു ദുആയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ അത് തന്നെയാണ് പ്രാർത്ഥന, അത് തന്നെയാണ് ഇബാദത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ആ നിലക്ക് ദുആഉൽ ഇബാദയുണ്ട്. ദുആഉൽ മസ്അല, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്, അള്ളാഹു എനിക്ക് ഹിദായത്ത് കാണിച്ചു തരണം. നമ്മൾ ഫാത്തിഹയിലുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ളത് ദുആഉ അൽ മസ്അലയാണ്, അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മഗ്ഫിർലി റബ്ബി ഗ്ഫിർലി എന്നൊക്കെയുള്ളത് ദുആഉൽ മസ്അലയാണ്. അപ്പൊ ഏത് രൂപത്തിൽ എടുത്തു നോക്കിയാലും നിസ്കാരത്തിൽ മുഴുവൻ ദുആകളാണ്. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്, അള്ളാഹുവിനെ നമ്മൾ അങ്ങേയറ്റം തഅലീം ചെയ്യുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഇതെല്ലാം കൊണ്ട് നിസ്കാരത്തിന് അതുകൊണ്ട് സല എന്ന് പേര് വെക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഓരോന്നിനും അതിന്റെ മക്കാമിൽ അർത്ഥമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ല. അവിടത്തേക്ക് വേണ്ടി ദുആ ചെയ്യൽ തന്നെയാണ്, പക്ഷെ അത് വേറൊരു അർത്ഥത്തിലാണ്, അവർക്ക് വേറൊരു അർത്ഥത്തിലുള്ള ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകൾ, സാമീപ്യസ്ഥരായ മലായിക്കത്തുകളുടെ ഇടയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പുകഴ്ത്തി പറയാൻ, അതിനുവേണ്ടി നമ്മൾ ചോദിക്കലാണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ ആ മലായിക്കത്തുകളുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പുകഴ്ത്തി നീ പറയണമേ എന്നതാണ് അതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. എന്താണ് അതിനുള്ള ഗുണമായി നമുക്ക് ലഭിക്കുന്നത്? നമ്മൾ അങ്ങനെ ഒരു സലാത്ത് ചൊല്ലിയാൽ മൻ സല്ല അലയ്യ സലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി 10 സലാത്ത് ചൊല്ലുമെന്ന്. അഥവാ ഈ ചൊല്ലിയ വ്യക്തിക്ക് വേണ്ടി അള്ളാഹു 10 തവണ അവിടെ വെച്ച് പുകഴ്ത്തി പറയും, ഈ വ്യക്തിയെ പുകഴ്ത്തി പറയും. അത് ലോകത്ത് എത്ര കോടാനുകോടികൾ മനുഷ്യന്മാർ ഒരുമിച്ച് സലാത്ത് ചൊല്ലിയാലും വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിന് അതെല്ലാം ഒരുമിച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സ്വല എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ്. എന്നാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫിഖ്ഹിൽ നമ്മൾ പറയുന്ന സ്വല, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, അതിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള നിർവചനം എന്ന് പറഞ്ഞാൽ ഇബാദത്തുൻ ദാതു അഖ്വാലിൻ വ അഫ്ആലിൻ മഅലൂമ മുഫ്തതഹത്തുൻ ബിത്തക്ബീരി മുഖ്തതമത്തുൻ ബിത്തസ്ലീം. അതൊരു ഇബാദത്താകുന്നു. ദാതു അഖ്വാലിൻ വ അഫ്ആൽ, അതിൽ ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് ഖൗലുകളും സംസാരങ്ങളുണ്ട്. നമ്മൾ ഒന്നുകിൽ എന്തെങ്കിലും ഒന്ന് പറയുകയായിരിക്കും, അല്ലാഹു അക്ബർ, ദിക്റുകൾ, ദുആകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യലാണ്, റുക്കൂ നമ്മൾ ചെയ്യലാണ്, സുജൂദ് നമ്മൾ പ്രത്യേക രൂപത്തിൽ നമ്മുടെ പ്രവർത്തനമാണ്. അങ്ങനെ മഅലൂമായി അറിയപ്പെട്ടിട്ടുള്ള പഠിപ്പിക്കപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. മുഫ്തതഹത്തും ബിത്തക്ബീർ, അത് തക്ബീർ കൊണ്ട് ആരംഭിക്കപ്പെടുന്നു, മുഖ്തതമത്തും ബിത്തസ്ലീം, തസ്ലീം കൊണ്ട് അവസാനിക്കപ്പെടുന്നു. അതാണ് ഇതിന് ഫിഖ്ഹിയായിട്ട് ഇസ്തിലാഹിയായി സാങ്കേതികമായി കൊടുത്തിട്ടുള്ള അർത്ഥം. സല എന്ന വാക്ക് അത് സില എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. സില എന്ന് പറഞ്ഞാൽ ബന്ധം എന്നാണ്. ബന്ധം, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അടിമകൾ ബന്ധപ്പെടുന്നത് അങ്ങനെയാണ്. അള്ളാഹുമായി മുനാജാത്ത് നടത്തുകയാണ്, അള്ളാഹുമായി രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ്. ഓരോ വക്തിലും അള്ളാഹുവിനോട് നമുക്ക് പൊറുക്കലിനെ തേടുകയാണ്, ഹിദായത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം അള്ളാഹുവുമായിട്ട് നമ്മൾ ഓരോ വക്തിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ബോധം വേണം, നമ്മൾ ഈ രൂപത്തിലാണ് നിസ്കരിക്കുന്നത് എന്നുള്ള ചിന്ത അത് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പൊ സില, ബന്ധം എന്നുള്ള അർത്ഥത്തിൽ ആ രൂപത്തിലും ഇത് വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, മറ്റു ഇബാദത്തുകൾക്കൊന്നുമില്ലാത്ത രീതിയിൽ ഒരുപാട് പ്രത്യേകതകൾ നിസ്കാരത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയിട്ടുള്ളത് ഭൂമിയിൽ വെച്ചിട്ടല്ല, ആകാശത്തിൽ വെച്ചിട്ടാണ്. മറ്റൊരേതൊരു ഇബാദത്തും, സക്കാത്താകട്ടെ നോമ്പാകട്ടെ, അറിയപ്പെട്ടിട്ടുള്ള എല്ലാ ഇബാദത്തുകളും ദീനിന്റെ മുഴുവൻ അഹ്കാമുകളും വിധിവിലക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ഫർളാക്കിയതോ അല്ലെങ്കിൽ സുന്നത്താക്കിയതോ ആയ ഇബാദത്തുകൾ അത് ഭൂമിയിൽ വെച്ചിട്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരും, ചിലപ്പോൾ അതേ രൂപത്തിൽ തന്നെ ഇറങ്ങി വരും, ചിലപ്പോൾ മറ്റൊരു മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വരും. അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള വഹി അങ്ങനെയാണ് ലഭിച്ചിരുന്നത്, ഭൂമിയിൽ വെച്ചിട്ടാണ്. എന്നാൽ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ളത് ലൈലത്തുൽ മിഅ്റാജിലാണ്, മിഅ്റാജിന്റെ രാവ്. അഥവാ ആകാശത്തിലേക്ക്, 7 ആകാശത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് അവിടെ ഒരു അടിമക്ക്
റബ്ബുമായി എത്താൻ പറ്റുന്നതിൽ ഏറ്റവും അടുത്തെത്തുകയും അവിടെ വെച്ച് ഒരു വാസിത്തയില്ലാതെ, ഒരു മധ്യസ്ഥനില്ലാതെ, അഥവാ സാധാരണഗതിയിൽ ഇബാദത്തുകൾ ശർആക്കുമ്പോൾ ഒരു വാസിത്തയുണ്ട്, ഒരു മധ്യസ്ഥനുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമാണത്. ജിബ്രീൽ അലൈഹിസ്സലാം വഴിയാണ് നമുക്ക് ഇബാദത്തുകൾ ഇങ്ങോട്ട് കിട്ടുന്നത്. എന്നാൽ ഇബാദത്ത് തിരിച്ച് നമുക്ക് റബ്ബിന് ചെയ്യുമ്പോൾ ഒരു വാസിത്തയില്ല, അള്ളാഹുവിനോട് നേരിട്ടാണ്. എന്നാൽ നിസ്കാരം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ടിട്ടാണ് അള്ളാഹു സംസാരിച്ചിട്ടുള്ളത്. നിസ്കാരം നിർബന്ധമാക്കി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അങ്ങനെ ആദ്യമായി നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത് അപ്പോൾ അത് 50 നിസ്കാരമായിരുന്നു എന്നാണ്. 50 നിസ്കാരമായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനായി ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ 50 നിസ്കാരമായിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് നോക്കണം. അള്ളാഹു മൂസ അലൈഹിസ്സലാം വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടാനുള്ള ഒരു തർത്തീബ് ഉണ്ടാക്കി, അങ്ങനെ ഒരു നടപടി ഉണ്ടാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മൂസ അലൈഹിസ്സലാമയെ കാണുകയും അങ്ങനെ മൂസ അലൈഹിസ്സലാം ചോദിച്ചു, എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് നിർബന്ധമാക്കിയത് എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫറള അലയ്യ വ അല ഉമ്മത്തി 50 സ്വലാത്തൻ ഫിൽ യൗമി വൽ ലൈല. ഒരു രാവും പകലും അഥവാ ഒരു ദിവസം എനിക്കും എന്റെ ഉമ്മത്തിനും 50 നിസ്കാരം അത് നിർബന്ധമാക്കിയെന്നാണ്. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അഅബദുൻ നാസ്, ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. അള്ളാഹു 50 നിസ്കാരം നിർബന്ധമാക്കിയപ്പോൾ അവിടെ ഒന്നും മറുത്ത് ചോദിച്ചിട്ടില്ല, അതുപോലെ വന്നു. കാരണം അവിടെ ഏറെ ഇഷ്ടമാണ് നിസ്കരിക്കാൻ. അങ്ങനെ 50 നിസ്കാരം അത് പൂർണ്ണമായി സ്വീകരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ഹിക്മത്ത്, അള്ളാഹുവിന് അറിയാം ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, ആളുകൾ എങ്ങനെയായിരിക്കും. ഏറ്റവും നന്നായി അറിയുന്നത് അള്ളാഹുവിനാണ്. ആ അള്ളാഹു മൂസ അലൈഹിസ്സലാമയെ കൊണ്ട് ചോദിപ്പിച്ചതാണ്. അങ്ങനെ മൂസ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, എനിക്ക് ഇതിനേക്കാൾ കുറവ് ശർആക്കിയിട്ടുണ്ടായിരുന്നു, കുറവ് നിയമമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബനു ഇസ്രായേലുകാർ അവരതിനെ പാഴാക്കി കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന ഉമ്മതക ലാ തുതീഖു ദാലിക്, താങ്കളുടെ ഉമ്മത്തിന് അത് സാധിക്കുകയില്ല. അതുകൊണ്ട് താങ്കൾ റബ്ബിനോട് ഒരു തഖ്ഫീഫിന് ഒന്ന് കുറച്ചു തരാൻ ആവശ്യപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയി. അങ്ങനെ പലതവണ തിരിച്ചുപോയി. അവസാനം അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് 5. ഈ 5 ഉണ്ടായ സമയത്ത് മൂസ അലൈഹിസ്സലാം വീണ്ടും കുറച്ചു തരാൻ പറയുകയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത്തവണ അത് വീണ്ടും പോയില്ല എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നമുക്ക് അറിയിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയുണ്ടായി, ഇത് 5 നിസ്കാരമാണ് എങ്കിലും അതിൽ ഫിഅല് കൊണ്ട് 5 നിസ്കാരമാണെങ്കിലും സവാബ് കൊണ്ട്, പ്രതിഫലം കൊണ്ട് 50 നിസ്കാരത്തിന്റെ തുല്യമാണ്. നമ്മൾ 5 നിസ്കരിക്കുന്നുള്ളൂ, പക്ഷെ 50 നിസ്കാരം നിസ്കരിച്ചതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അത് സാധാരണ ഇബാദത്തുകൾക്ക് പറയുന്നത് പോലെ ആ ഒരു പ്രവർത്തനത്തിന് 10 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതുപോലെയല്ല. അതെല്ലാം എല്ലാ അമലുകൾക്കും അങ്ങനെയാണ്. ഒരാൾ ഒരു അമൽ ചെയ്താൽ അതിന് ഏറ്റവും കുറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് 10 പ്രതിഫലമാണ്. പിന്നീട് ഒരാളുടെ നിയ്യത്തിന്റെയും ഇത്തിബാഇന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അയാൾ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നു, ലോകമാന്യമില്ലാതെ അത്രയും സൂക്ഷിക്കുന്നു, പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് കൂറു പുലർത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും. പക്ഷെ ഏറ്റവും കുറഞ്ഞത് റബ്ബ് കൊടുക്കുന്നത് 10 പ്രതിഫലം. അതെല്ലാ ഇബാദത്തിനുമുണ്ട്. എന്നാൽ നിസ്കാരത്തിന് പറഞ്ഞത് അങ്ങനെയല്ല. അത് ഒരു 10 നിസ്കാരം നിസ്കരിച്ചതിന്റെ കൂലിയാണ് ഒരാൾക്ക് ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. പിന്നീട് അതിന്റെ പ്രതിഫലവും മറ്റും അത് വീണ്ടും ഇരട്ടിയായി വർദ്ധിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ നിഅമത്ത് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു എങ്ങാനും 50 നേരം നിസ്കാരം നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അനുസരിക്കുകയേ വഴിയുള്ളൂ. നമുക്ക് ജോലിയുണ്ട്, നമുക്ക് തിരക്കുണ്ട് എന്നതൊന്നും പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെക്കാൻ നമുക്ക് നിർവാഹമില്ല. അള്ളാഹുവാണ് നമ്മെ പഠിച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമുക്ക് എളുപ്പമാക്കി നൽകിയിട്ടുള്ളതാണിത്. അപ്പൊ 5 നേരത്തെ നിസ്കാരം അതെങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുന്നത്, അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ, കൃത്യമായി അതിന്റെ നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ, അതിൽ പറഞ്ഞ സുന്നത്തുകൾ നമ്മൾ പാലിക്കുന്നുണ്ടോ, അതിൽ കൃത്യമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണോ നിസ്കരിക്കുന്നത് എന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഈ നിസ്കാരത്തിന്റെ വിഷയം മറ്റൊരു ഇബാദത്തുകൾക്കുമില്ലാത്ത ഇതിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കേണ്ടത്, എല്ലാ ഇബാദത്തുകളിലും മറ്റേതൊരു ഇബാദത്തിനേക്കാളും നിസ്കാരത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അത് നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുവന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന്. ഒരാൾ വർഷങ്ങളോളം സക്കാത്ത് കൊടുത്തില്ല, അയാൾ മുസ്ലിം തന്നെയാണ് പറയുക, അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുകയില്ല. ഒരാൾ ഒരുപാട് റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചില്ല, അയാൾ എപ്പോഴും മുസ്ലിമാണ്.
മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അയാൾക്കൊരു യാതൊരു കുഴപ്പവുമില്ല എന്നല്ല, അയാൾ വൻപാപിയാണ്. അയാൾ നരകത്തിലേക്ക് പോകാൻ അർഹനായിട്ടുള്ളവരാണ്. അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടെങ്കിൽ മാത്രമാണ് അയാൾ രക്ഷപ്പെടുക. എന്നാൽ ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ മുസ്ലിമാണെന്ന് പറയുകയില്ല. അവൻ ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. എന്നാൽ ഒരാൾ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, അങ്ങനെ ഒരു നിർബന്ധ ബാധ്യത ദീനിൽ ഇല്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ അപ്പോഴും ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കും. എന്നാൽ നിസ്കാരത്തിന് അങ്ങനെ നിഷേധിക്കണമെന്ന് പോലുമില്ല. ഒരാൾ മടി കൊണ്ടൊരു വക്ത് ഒഴിവാക്കിയാൽ അത് അയാൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുമെന്നാണ്. ചില പണ്ഡിതന്മാർ 3 വക്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നിസ്കാരം എന്ന് പറയുന്ന ജിൻസിന്റെ ഒരു ജം ആകാൻ, ബഹുവചനമാകാൻ 3 നിസ്കാരം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ചില പണ്ഡിതന്മാർ 1 ദിവസമാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഒരു ജുമുഅ, ഒരാഴ്ച ഉള്ള നിസ്കാരം ഒരാൾ തുടർച്ചയായി ഒഴിവാക്കിയാൽ അയാൾ കാഫിറായി എന്ന് പറഞ്ഞു. എന്നാൽ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് 1 നിസ്കാരമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലുള്ള ആധുനികരായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് 1 നിസ്കാരം ഒരാൾ ഒരു വക്ത് മനഃപൂർവ്വം അത് തെറ്റിച്ച് ഉപേക്ഷിച്ചാൽ, തെറ്റിക്കുക എന്നല്ല ഉപേക്ഷിച്ചാൽ, ഒരു മനഃപൂർവ്വം ഞാൻ ഇന്ന് സുബഹി നിസ്കരിക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരാൾ മനഃപൂർവ്വം ഒരു നിസ്കാരം എന്ന് ഉപേക്ഷിച്ചാൽ അവന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ്. അത്രയും കടുത്ത കാര്യമാണ് ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കുകയായി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നിസ്കാരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മോട് കൽപ്പിക്കുന്ന സമയത്ത് നിസ്കരിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ വിജയിച്ച കക്ഷികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സമയത്ത് അവർ കേവലം നിസ്കരിക്കുന്നവരായിരുന്നു എന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളത്. മറിച്ച് എല്ലാ സമയത്തും പറഞ്ഞിട്ടുള്ളത് അല്ലദീന യുഖീമൂന സ്വലാഹ്, നിസ്കാരം അവർ നിലനിർത്തുന്നവരാണ്. നിലനിർത്തുക എന്നുള്ള വാക്ക് നമ്മൾ ഭാഷയിൽ പറയുക എന്ന് മാത്രം. നിസ്കാരം നിലനിർത്തുന്നവരാണ് എന്ന് നമ്മൾ ഭാഷയിൽ പറയുക എന്ന് മാത്രം. എന്നാൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ലോകത്ത് അറിയപ്പെട്ട പ്രസിദ്ധ തഫ്സീറായ തഫ്സീർ സഅദിയിൽ അദ്ദേഹം 1ാമത്തെ ഫാത്തിഹ കഴിഞ്ഞിട്ടുള്ള സൂറത്തുൽ ബഖറയിൽ അതിൽ തന്നെ അദ്ദേഹം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അല്ലദീന യുഖീമൂന സ്വലാഹ് വയുതൂന സക്കാഹ്, അല്ലദീന യുഖീമൂന സ്വലാഹ് എന്ന ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാഹ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന 3ാമത്തെ ആയത്തിൽ അതിൽ വിശദീകരിക്കുന്ന സമയത്ത് യുഖീമൂന സ്വലാഹ് അദ്ദേഹം പറയുന്നു ലം യഖുൽ യഫ്അലൂന സ്വലാഹ്, അല്ലാഹു നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടോ എന്താണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്? ഔ യഅ്തൂന ബിസ്സലാ, അല്ലെങ്കിൽ നിസ്കാരം അതിങ്ങനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടില്ല. ലിഅന്നഹു ലാ യക്ഫി ഫിഹാ മുജറദുൽ ഇത്യാനു ബിസൂറത്തിഹാ അല്ലാഹിറ, അതിന്റെ ബാഹ്യമായ രൂപത്തിൽ ഒരാൾ കേവലം എങ്ങനെയെങ്കിലും നിർവഹിക്കുക എന്നതുകൊണ്ട് ശരിയാവുകയില്ല. മറിച്ചോ ഇഖാമത്തു സ്വലാ എന്ന് പറഞ്ഞാൽ ഇഖാമത്തുഹാ ലാഹിറൻ, അത് ബാഹ്യമായി അത് കൃത്യമായിരിക്കണം, പഠിപ്പിക്കപ്പെട്ടതുപോലെ ആയിരിക്കണം. എങ്ങനെയാണ് അത് നടത്തുക? ബിഇത്മാമി അർക്കാനിഹാ വവാജിബാതിഹാ വശുറൂതിഹാ, അതിന്റെ അർക്കാനുകൾ, നിസ്കാരത്തിന്റെ റുക്കുനുകൾ ഏതാണെന്ന് പഠിച്ചതുപോലെ ചെയ്യണം, അതിൽ വാജിബായ കാര്യങ്ങൾ അതുപോലെ ചെയ്യണം, അതിന്റെ നിബന്ധനകൾ അതുപോലെ ചെയ്യണം. വഇഖാമത്തുഹാ ബാതിനൻ ബിഇഖാമതി റൂഹുഹാ, അതിന്റെ ഉള്ളു നന്നാക്കണം, അതിന്റെ റൂഹായ അഥവാ വഹുവ ഹുദൂറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യത്തോടുകൂടി അതിന്റെ ഉള്ളും നന്നാക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി നിസ്കരിക്കുന്നതിനാണ് ഇഖാമത്തു സ്വലാ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അയാൾക്ക് പുതുതായി മുസ്ലിമായി വരുന്ന ഒരു വ്യക്തിയാകട്ടെ, അതല്ലാത്ത നിസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധ ഇല്ലാത്ത ഒരു വ്യക്തിയാകട്ടെ, അയാൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അത് കേവലം അതിന്റെ രൂപം മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ പോരാ, മറിച്ച് ഇഖാമത്തു സ്വലാ എന്ന ഗണത്തിലേക്ക് വരുന്ന രൂപത്തിൽ അയാൾക്ക് ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിസ്കാരവുമായി ബന്ധപ്പെട്ട അതിന്റെ ഫضലുകൾ പറയാൻ ധാരാളമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റവസരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്കുള്ളത് കിതാബു അസ്സല, അതിൽ 1ാമത്തെ ബാബ്. നമ്മൾ പറഞ്ഞു കിതാബിൽ ധാരാളം ബാബുകൾ ഉണ്ടാകും. ബാബുൽ മവാഖീത്ത് എന്നുള്ളതാണ് 1ാമത്തെ അധ്യായം. അത് നിസ്കാരത്തിന്റെ സമയങ്ങളെ അറിയിക്കുന്ന അധ്യായം. ബാബുൽ മവാഖീത്ത്, മീഖാത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു സമനുൽ വഖ്ത്, രണ്ടിനും പറയും. മീഖാത്ത് എന്നുള്ള വാക്ക് ഒരു സ്ഥലത്തിനും പറയും. നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ അതിന് മീഖാത്തുണ്ട്, അത് മീഖാത്താണ്. അത് മീഖാത്തു നമ്മളൊരു പ്രത്യേക സ്ഥലമാണ്, മീഖാത്തുൽ മക്കാനാണ്. നമുക്ക് ആ പ്രസിദ്ധമായ മീഖാത്തുകൾ നമുക്കറിയാം. അതുപോലെ മീഖാത്തുൽ വഖ്തുണ്ട്, ഓരോ സമയത്തുണ്ട്. അപ്പൊ ആ സമയമാകുക എന്നുള്ളതാണ് എടുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ആ സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഇനി ഒരാൾ മനഃപൂർവ്വം ആ സമയത്തെ പിന്തിപ്പിച്ച് നിസ്കരിച്ചാൽ അത് നിസ്കരിക്കുമോ ഇല്ലേ, അത് അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം കൂടിയാണ്
എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദിനേന 5 നിസ്കാരങ്ങൾ അത് 5 സമയത്താണ് നിർവഹിച്ചു ഏർപ്പെടുത്തി നൽകിയിട്ടുള്ളത്. അത് അല്ലാഹുവിൽ അതിൽ ധാരാളം റഹ്മത്തുണ്ട്. ചില ആളുകളൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കും ഇതെല്ലാം കൂടി ഒരു വക്തിനായിരുന്നെങ്കിൽ എന്നവർ ചിലപ്പോൾ ചിന്തിച്ചേക്കും, അവർക്ക് ചില തിരക്കുകളൊക്കെ വരുന്ന സമയത്ത്. യഥാർത്ഥത്തിൽ അള്ളാഹു അത് എന്നേക്കും അങ്ങനെ എല്ലാം കൂടി ഒരൊറ്റ വക്തിൻ 17 റക്അത്തുകൾ ഒരൊറ്റ വക്തിൽ നിസ്കരിക്കാൻ നമുക്ക് അത് നിയമമാക്കിയിരുന്നെങ്കിൽ നമ്മളാകെ തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. ഒരാൾക്ക് ഒരൊറ്റ വക്തിൽ നിന്നുകൊണ്ട് ഈ 17 നിർബന്ധ റക്അത്തുകൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ആൾ ക്ഷീണിച്ചു പോകും. അപ്പൊ അള്ളാഹു റഹ്മത്താണ്. ആദ്യം 2 റക്അത്ത്, പിന്നെ 4 റക്അത്ത്, പിന്നെ 4 റക്അത്ത്, 3 റക്അത്ത്, 4 റക്അത്ത്, ഈ രൂപത്തിൽ വ്യത്യസ്ത സമയങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ പണ്ഡിതന്മാർ പറയുന്നു ഇതിൽ ഇത്തിഹാദുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഐക്യമുണ്ട്, അവർ എല്ലാ സമയത്തും ഐക്യപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു തെളിയിക്കൽ ഇതിലുണ്ട്. അഥവാ അതിൽ അങ്ങനെ ഒരു പ്രത്യേക വക്താക്കിയിട്ടില്ല എങ്കിലോ ചില ആളുകൾ രാവിലെ 10 മണിക്ക് നിസ്കരിക്കും, 2-3 ആളുണ്ടാവും. ചില ആളുകൾ 11 മണിക്ക് നിസ്കരിക്കും, വേറെ 2-3 ആളുണ്ടാവും. 12 മണിക്ക് നിസ്കരിക്കുമ്പോൾ വേറെ കുറച്ച് ആൾക്കാരുണ്ടാവും. മുസ്ലിമീങ്ങൾ എല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ട് അവർക്ക് പരസ്പരം കാണാനും അങ്ങനെ ധാരാളം ഫവായിദുകൾ അങ്ങനെ ഒരു പ്രത്യേക വക്ത് നിശ്ചയിക്കുന്നത് വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏർപ്പെടുത്തി നൽകിയിരിക്കുന്നു. അതുപോലെ അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് അത് മുറിഞ്ഞു പോകാതിരിക്കാൻ, അല്ലെ പകലിന്റെ ഏതെങ്കിലും ഒരു വക്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ ഏതെങ്കിലും ഒരു വക്തിൽ മാത്രം അള്ളാഹു ഒരു പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ ബാക്കിയുള്ള സമയത്ത് ഒരു അടിമ അള്ളാഹുവിനെ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് അള്ളാഹുവിന് ഒരാൾ മറന്നു പോകുന്ന ഒരവസ്ഥ എത്തുമ്പോഴേക്കും അടുത്ത നിസ്കാരം വരികയാണ്. പിന്നെയും എന്തെങ്കിലും ശുഗുലിലായി അവന്റെ തല അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാതാകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് വീണ്ടും എന്ത് നൽകുകയാണ്? വീണ്ടും ഒരു നിസ്കാരം അത് നൽകുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് നിൽക്കാനും അള്ളാഹുവിനോട് ചോദിക്കാനുമുള്ള ഒരു അവസരമായി നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും അതൊരു പ്രയാസമായി മനസ്സിലാക്കുക എന്നുള്ളത് പാടില്ല. അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ നിൽക്കുക എന്നുള്ളത് അത് അങ്ങേയറ്റം പ്രയാസകരമായ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യം അത് നമുക്കുണ്ടാകാൻ പാടില്ല. നോക്കാം, ഇനി നിസ്കാരം അതിന്റെ വക്ത് അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആനിലും നിസ്കാരത്തിന്റെ സമയത്തെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. അല്ലാഹു പറഞ്ഞു അഖിമിസ് സ്വലാ, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക. നോക്കണം, ഇവിടെയും നിസ്കരിക്കുക എന്നല്ല പറയുന്നത്. അഖിമിസ് സ്വലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ നിങ്ങൾ നിസ്കരിക്കണം. ലിദുലൂകി ശംസ്, ദുലൂക്ക് ഷംസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ദുലൂക്ക് ഷംസ് എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജവാലു ഷംസാണ്. സൂര്യൻ നേരെ മുകളിൽ നിന്നും പടിഞ്ഞാറേക്ക് അല്പം തെറ്റുന്നതിനാണ് ദുലൂക്ക് ഷംസ് എന്ന് പറയുന്നത്. ആ ദുലൂക്ക് ഷംസ് സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലുഹറിന്റെയും പിന്നീട് അതിനുശേഷം അസറിന്റെയും സമയം വരുന്നത്. പണ്ഡിതന്മാർ പറയുന്നു ഇല്ലി ദുലൂക്ക് ഷംസ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതോടുകൂടി അത് ലുഹറിന്റെയും അസറിന്റെയും സമയം അത് പറഞ്ഞു കഴിഞ്ഞു. അതിൽ ധാരാളം ഫായിദകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുമിച്ച് ഒറ്റ സമയമായി പറഞ്ഞതിൽ ഇത് രണ്ടും ചില സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. ജംഅ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം സംഭവിച്ചാലാണ് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ളുഹറും അസ്റും നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. ലിദുലൂകി ശംസ് ഇലാ ഗസഖിൽ ലൈൽ. അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഗസഖുൽ ലൈൽ, രാത്രിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. രാവിലേക്ക് പ്രവേശിക്കുക. ആ രാവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്, അസ്തമയം കഴിഞ്ഞാൽ മാത്രമാണ് മഗ്രിബും തുടർന്ന് ഇശായും സംഭവിക്കുന്നത്. എന്നാൽ സുബഹിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? വൽ ഖുർആൻ അൽ ഫജ്ർ, ഫജ്റിലെ ഖുർആൻ എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സലാത്തുൽ ഫജ്ർ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് സലാത്തുൽ ഫജ്റിനെ ഖുർആൻ അൽ ഫജ്ർ എന്ന് പറഞ്ഞത്? പണ്ഡിതന്മാർ പറയുന്നു, കാരണം ഫജ്ർ നിസ്കാരത്തിൽ ധാരാളമായി നീട്ടി ഓതാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ സല എന്നുള്ളതിനെ അവിടെ ഖുർആൻ എന്ന് തന്നെ ഉപയോഗിച്ചു. കാരണം നമ്മൾ ധാരാളമായി ഖുർആനാണ് ആ നിസ്കാരത്തിൽ കേൾക്കുക. അതുകൊണ്ട് ഖുർആൻ അൽ ഫജ്ർ എന്ന് പറഞ്ഞു. ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ. ആ സമയത്ത് ഓതുന്ന ഖുർആൻ അതിന് ഷാഹിദുകൾ ഉണ്ടാകും, സാക്ഷികൾ ഉണ്ടാകും. മലായിക്കത്തുകൾ സാക്ഷികളാണ്, മുഅ്മിനീങ്ങൾ സാക്ഷികളാണ്. ഇതെല്ലാം നാളെ ഖിയാമത്ത് നാളിൽ സാക്ഷികളാണ്. അള്ളാഹു അതിന്റെ എല്ലാം മുകളിൽ, അള്ളാഹു ഇതിനെല്ലാം സാക്ഷിയാണ്. ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ. അപ്പൊ ഈ കൃത്യമായിട്ട് നിസ്കാരത്തിന്റെ സമയം അത് ഒന്നാമതായി ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള ഓരോ ഹദീസുകളും അതിൽ സുബഹിന്റെ സമയം പറയുന്നതുണ്ട്, മഗ്രിബിന്റെ സമയം പറയുന്ന, എല്ലാം കൃത്യമായിട്ട് പറയുന്ന ഹദീസുകൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഹദീസ് വായിക്കാം. ഒന്നാമത്തെ ഹദീസ് അൻ അബി അംറിൻ അശ്ശൈബാനി വസ്മുഹു സഅദ് ഇബ്നു ഇയാസ് قال حدثني صاحب هذه الدار وأشار بيده إلى دار عبد الله بن مسعود رضي الله عنه قال سألت النبي صلى الله عليه وسلم أي العمل أحب إلى الله قال الصلاة على وقتها قلت ثم أي قال بر الوالدين قلت ثم أي قال الجهاد في سبيل الله
قال حدثني بهن رسول الله صلى الله عليه وسلم ولو استزدته لزادني. നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിലുള്ള എല്ലാ ഹദീസുകളും ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകളാണ്. അതുകൊണ്ട് റവാഹുൽ ബുഖാരി മുസ്ലിം എന്നുള്ളത് നമ്മൾ ആവർത്തിക്കുകയില്ല. ശരി, എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? അബു അംറ ഷൈബാനി, അദ്ദേഹത്തിന്റെ പേര് സഅദ് ഇബ്നു ഇയാസ് എന്നാണ്. അദ്ദേഹം പറയുന്നു, ഹദ്ദസനി സാഹിബു ഹാദിഹി ദാർ, ഈ ഭവനത്തിന്റെ ഉടമസ്ഥനായ അതിന്റെ സാഹിബായ ആൾ എന്നോട് പറഞ്ഞു. അഷാറ ബിയദിഹി ഇലാ ദാരി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഇദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന റാവി പറയുന്നു അദ്ദേഹം അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ് ചൂണ്ടിക്കാട്ടിയത്. അഥവാ ഈ ഹദീസ് അദ്ദേഹം കേട്ടിട്ടുള്ളത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നാണെന്നാണ്. എന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ അബ്ദുല്ലാഹി മസ്ഊദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഹുബ്ബുള്ള ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ. ഇതാണ് ഈ മഹല്ലു ഷാഹിദ്, ഈ ഹദീസ് ഈ അധ്യായത്തിൽ കൊടുക്കാനുള്ള കാര്യം അതാണ്. അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. നിസ്കാരം ഏതെങ്കിലും നേരത്തെ നിസ്കരിച്ചാൽ പോരാ. നിസ്കാരം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മഅ്ഖൂത, തീർച്ചയായും നിസ്കാരം എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഏർപ്പാടാക്കിയ നിർബന്ധമായ ഒരു കർമ്മമാണ്. അപ്പോൾ അത് സ്വലാത്തു അലാ വഖ്തിഹ, അതിന്റെ സമയത്ത് നിർവഹിക്കുക. ഖുൽതു സുമ്മ ഐ, പിന്നീട് ഏതാണ്? ഖാല ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. ഖുൽതു സുമ്മ ഐ, പിന്നീട് ഏതാണ്? ഖാലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യലാണ്, യുദ്ധം ചെയ്യലാണ്. ഖാല ഹദ്ദസനി ബിഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പറഞ്ഞു. വലൗ ഇസ്തസദ്തുഹു ലസാദനി, ഞാൻ ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അവിടുന്ന് ഇനിയും വർദ്ധിപ്പിക്കുമായിരുന്നു. അവിടുത്തെ ആ ഒരു ഇരിപ്പും അവിടുത്തെ ആ ഇനിയും പറയാനുള്ള താല്പര്യവും ഒക്കെ അദ്ദേഹം കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അതുകൊണ്ട് സഹാബി പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയും അഹബ്ബു ഇലൈ സുമ്മ ഐ എന്ന് ചോദിച്ചാൽ ഒരുപാട് അമലുകൾ ഒരുപക്ഷെ പറയുമായിരുന്നു. പക്ഷെ അദ്ദേഹം ആ സമയം ഇത്ര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നോക്കാം, ഇവിടെ പറയുന്നു അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ് എന്നാണ്. അപ്പൊ വ്യത്യസ്ത ഹദീസുകളിൽ നോക്കിയാൽ ഇങ്ങനെ വ്യത്യസ്ത അമലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഓരോരാളുകളോടും ചോദിക്കുന്ന സമയത്ത് വ്യത്യസ്ത കാര്യങ്ങൾ, അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ആ ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് ഏതാണ് കൂടുതൽ നല്ലത് എന്നുള്ള നിലക്ക് അയാൾക്ക് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ അയാൾ നന്നായി നിസ്കരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ ചിലപ്പോൾ അയാളോട് വേറെ ചില വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന കാര്യത്തിലാണ് അയാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെങ്കിൽ അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ് വ്യത്യസ്ത ഹദീസുകളിൽ വ്യത്യസ്ത കാര്യങ്ങൾ കാണാം. എന്നാൽ ഇതിൽ ഈ ഹദീസിൽ പറഞ്ഞ കാര്യം അഥവാ അസ്സലാത്തു അലാ വഖ്തിഹ എന്ന് പറയുന്നത് അലൽ ഇത്ലാഖ്, നിരുപാധികമായി ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമലാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്, നിരുപാധികമായി ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അമലുകളിൽ പെട്ടതാണ്. ഈ ഹദീസിൽ ചോദിച്ചത് അമലുൽ ജവാരിഹാണ്, നമ്മൾ കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന അമലുകളെ കുറിച്ചിട്ടാണ്. അമലുൽ കൽബിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. അത് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കൽബ് കൊണ്ട് ചെയ്യേണ്ട കാര്യം അത് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം? അത് അൽ ഈമാനു ബില്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല, അള്ളാഹുവിലുള്ള വിശ്വാസം. കാരണം അത് കൽബ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഅ്മിന്റെ അമൽ അതാണ്, അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക. കാരണം ആ ഒരു കൽബ് കൊണ്ടുള്ള അമൽ നടന്നാൽ മാത്രമാണ് തന്റെ ശരീരം കൊണ്ടുള്ള മറ്റമലുകൾ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തൗഹീദിന്റെ പ്രാധാന്യമൊന്നും ഇതിലില്ല എന്നാരും വിചാരിക്കാൻ പാടില്ല. നിസ്കരിച്ചാൽ മതി എന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം ഇതിൽ ചോദിച്ചിട്ടുള്ളത് അൽ അഅ്മാലുൽ ജവാരിഹാണ്, ശരീര അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകളെ കുറിച്ച് മാത്രമാണ്. കൽബ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൽ ഈമാനാണ്. അൽ ഈമാനു ബില്ലാഹ് സുമ്മ മലായികതിഹി വകുതുബിഹി വറസുലിഹി വൽ യൗമിൽ ആഖിർ വഅൻ തുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വശർരി. അല്ലാഹുവിലുള്ള നമ്മുടെ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്ന 6 കാര്യങ്ങൾ, ഇതെല്ലാം ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ ഈമാൻ ഉറച്ചൊരു വ്യക്തി അവൻ ചെയ്യുന്ന അമലുകളെ പരിഗണിക്കപ്പെടുകയുമുള്ളൂ. അത് നമ്മൾ വേറെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഹുബ്ബ്, അള്ളാഹു ഇഷ്ടപ്പെടും, അള്ളാഹു ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവനാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹു ഇഷ്ടപ്പെടേണ്ടവനാണ്. ഇങ്ങനെയുള്ള സിഫത്ത് അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നിഷേധിക്കുന്ന ആളുകളുണ്ട്, എന്നാൽ അത് ശരിയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ചില ആളുകളെ പ്രത്യേകമായി ഇഷ്ടപ്പെടും, ചില വ്യക്തികളെ പേരെടുത്ത് തന്നെ ഇഷ്ടപ്പെടും, ചില പ്രത്യേക സിഫത്തുള്ള ആളുകളെ ഇഷ്ടപ്പെടും. യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ വയുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതിയുള്ള ആളുകളെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധിയുള്ള ആളുകളെ ഇഷ്ടപ്പെടും. ഇങ്ങനെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ഹദീസിൽ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു എന്ന ഹദീസ് വന്നിട്ടുണ്ട്. യുഹിബ്ബുല്ലാഹു വറസൂലുഹു, അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഖൈബർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാൻ നാളെ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു പതാക തരും. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യുഹിബ്ബുല്ലാഹ വറസൂല,
ആ വ്യക്തി അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുഹു അല്ലാഹു വറസൂലുഹു, അള്ളാഹുവും റസൂലും ഇദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അവസാനം അത് പറഞ്ഞു, അതിന് അലീബിൻ അലി താലിബ്, എവിടെയാണ് അലീബിൻ അബി താലിബ്? എന്നിട്ട് അലീബിൻ അബി താലിബ് വരുന്നു, അദ്ദേഹത്തിനാണ് പതാക കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുബ്ബ് എന്ന് പറയുന്നതുണ്ട്. അള്ളാഹു ചില സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജിദുകളാണ്. അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാടുകളിൽ ഏറ്റവും ഇഷ്ടം മസ്ജിദാണ്. അപ്പൊ അള്ളാഹു ചില സ്ഥലങ്ങളെ, ചില ജമനുകളെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന് അമലുകൾ സ്വീകരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയങ്ങൾ അത് ഏതാണ്? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്. റമളാനിന്റെ രാവുകളെ കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഹുബ്ബുണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇതിൽ അത് ആദ്യമായി പറഞ്ഞത് അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. കാരണം നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിച്ചാൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയുള്ളൂ. ഒരാൾ സമയം തെറ്റി നിസ്കരിച്ചു കഴിഞ്ഞാൽ നാം പറഞ്ഞു, അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അത് പിന്നീട് സ്വീകരിക്കുകയില്ല എന്നാണ്. സ്വീകരിക്കുകയില്ല. മദ്ഹബുകളിൽ നമുക്ക് കാണാം അത് ഖളാ വീട്ടേണ്ടതുണ്ട് എന്ന് കാണാം. എന്നാൽ പല പണ്ഡിതന്മാർ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പോലെയുള്ള പല മുഹഖിഖീകളും അവർ പറഞ്ഞിട്ടുള്ളത്, അവർ പിന്നീട് നിസ്കരിച്ചാൽ അത് നിസ്കരിച്ചതുകൊണ്ട് കാര്യമില്ല എന്നാണ്. അവർക്ക് തൗബയും ഇസ്തിഗ്ഫാറും അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്നതല്ലേ എളുപ്പമുള്ള ഖൗൽ. ഒരിക്കലും അങ്ങനെയല്ല. അവർക്ക് പിന്നീട് നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഗൗരവമുള്ള ഖൗൽ, ഗൗരവമുള്ള അഭിപ്രായം അതാണ്. കാരണം അത്രയും നിരാശയാണ്. എനിക്ക് നിസ്കരിച്ച ഒരു നിസ്കാരം ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കി, ഇനി നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നതാണ് ഗൗരവമുള്ള ഖൗൽ. മറ്റേത് അയാൾക്കൊരു തലാഉബുണ്ട്, എപ്പോൾ അവൻ നിസ്കാരം ഒഴിവാക്കി പിന്നീട് ഖളാ വീട്ടാം. ഇതങ്ങനെയല്ല. ദീനുൽ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇങ്ങനെയുള്ള മനഃപൂർവ്വം ചെയ്ത പല പ്രവൃത്തികൾക്കും കഫാറത്തില്ല, പ്രായശ്ചിത്തമില്ല. ഒരാൾ മനഃപൂർവ്വം ഒരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ അതിൽ കഫാറത്തില്ല. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടണം. അള്ളാഹു അത് സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളത് അവൻ അറിയില്ല. അവൻ ആത്മാർത്ഥമായി അങ്ങനെ പൊറുക്കലിനെ തേടണം. അങ്ങനെ കള്ളം സത്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഹക്കല്ലാത്ത കാര്യങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ അതിനും കഫാറത്തില്ല. അങ്ങനെ പല കാര്യങ്ങൾക്കും കഫാറത്തില്ല. അതെല്ലാം കടുത്ത കാര്യങ്ങളായതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നിസ്കാരത്തിന്റെ കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിൽ മനസ്സിലാക്കേണ്ട നിസ്കാരം എന്ന് പറയുന്നത് അത് ഉപേക്ഷിച്ചവൻ അവൻ കാഫിറാണ് എന്നതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ധാരാളം തെളിവുകൾ അതിൽ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനൽ മർഇ വബൈനൽ കുഫ്രി തർക്കുസ് സലാ, ഒരു വ്യക്തിയുടെയും കുഫറിന്റെയും ഇടയിലുള്ള ഒരു മറ എന്ന് പറഞ്ഞാൽ, അതിന്റെ ഇടയിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ തർക്കുസ് സലാ, നിസ്കാരം ഉപേക്ഷിക്കലാകുന്നു എന്നാകുന്നു. അത് നിസ്കാരം ഉപേക്ഷിച്ചവന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സലാ ഫമൻ തറകഹാ ഫഖദ് കഫർ, നമ്മുടെയും അവരുടെയും അഥവാ കുഫാറുകളുടെ അവരുടെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്ന് വന്നിട്ടുണ്ട്. ഇനി സഹാബത്തിന്റെ ഇജ്മാ ഉണ്ട് ഈ വിഷയത്തിൽ. അബ്ദുല്ലാഹി ബിൻ ഷഖീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സഹാബത്തിന്റെ ഇജ്മാ ഈ വിഷയത്തിലുണ്ട്. ശേഷമുള്ള ധാരാളം പണ്ഡിതന്മാർ, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റഹിമഹുല്ലാ, അദ്ദേഹം എല്ലാം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നിസ്കാരം അത് മനഃപൂർവ്വമാകട്ടെ മടി കൊണ്ടാകട്ടെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളത്. ഇനി ഹദീസിൽ മുഅല്ലിഫ് റഹിമഹുല്ലാ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നിസ്കാരത്തിന് അതിന്റെ ഒരു ആരംഭ സമയവും ഒരു അവസാന സമയവും ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാനാണ്. നിസ്കാരത്തിന് അതിന്റെ ആരംഭ സമയമുണ്ട്, അതുപോലെ തന്നെ അതിന്റെ അവസാന സമയമുണ്ട്. ഈ സമയത്തിന് മുമ്പ് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾ നിസ്കാരം സ്വീകരിക്കുകയില്ല. നമ്മൾ വിചാരിക്കും അത് അങ്ങനെയൊക്കെ ആൾക്കാർ ഉണ്ടാവും എന്ന് വിചാരിക്കും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു യാത്രയിൽ ഒരു കൂട്ടം ആളുകൾ, നമ്മൾ ഒരുമിച്ച് ഉംറക്ക് പോകുന്ന ഒരു സമയത്താണ്. ആ സമയത്ത് അവർ യാത്രയിലാണ്. ഫജറിന്റെ സമയമായിട്ടില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് 4:45 എന്താണ് സമയം. ബസ് ഒരു സ്ഥലത്ത് പെട്രോൾ അടിക്കാൻ നിർത്തിയത് 4:30. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം രാജ്യത്തുള്ള ആളുകളാണ്. ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്ത് നിന്നുള്ള ആളുകളൊന്നുമല്ല, ഒരു ഇസ്ലാമിക രാജ്യത്തുള്ള ആളുകളാണ്. അവർ 4:30 ആകുമ്പോൾ തന്നെ അവിടെ വെച്ച് നിസ്കരിക്കുകയാണ്. ഫജറിന്റെ സമയം വന്ന് 4:45. അവിടെ അവർ ചോദിച്ചു, ഞാൻ പറഞ്ഞു സമയമായിട്ടില്ലല്ലോ, അവർ യാത്രയല്ലേ എന്നാണ്. ആളുകൾ വിചാരിച്ചത് യാത്രയായാൽ സമയമാവേണ്ട ആവശ്യമില്ല എന്നാണ്. യാത്രയായാലും ജംഅ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ നിസ്കാരത്തിന് സമയമെങ്കിലും ആകണം. ഇവിടെ ഫജർ ജംഅ് ചെയ്യാൻ പോലും പറ്റാത്ത നിസ്കാരമാണ്. അപ്പൊ ഫജർ നിസ്കരിക്കണമെങ്കിൽ ആ ഫജറിന്റെ സമയമാകേണ്ടതുണ്ട്. ഇപ്പോൾ 5:30 ആണെങ്കിൽ ഒരാൾക്ക് 5:15 ട്രെയിനുണ്ട്, അല്ലെങ്കിൽ 5 മണിക്ക് ട്രെയിനുണ്ട് എന്ന് വിചാരിച്ച് 5 മണിക്ക് നിസ്കരിച്ച് ട്രെയിൻ കയറാൻ പറ്റൂല. അയാൾക്ക് 5:30 ആയാൽ എങ്ങനെയാണോ സൗകര്യം അങ്ങനെ നിസ്കരിക്കാൻ നിർവാഹമുള്ളൂ. സമയത്തിന് അത്രയും പ്രത്യേകതയുണ്ട്. ഇനി ഒരാൾ ളുഹറിന് മുമ്പ് യാത്ര ചെയ്യുന്നു. ളുഹർ 12:30 12 മണിക്ക് ട്രെയിൻ ഉണ്ടായാൽ അയാൾക്ക് 12 മണിക്ക് നിസ്കരിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. അയാൾക്ക് 12:30 കഴിഞ്ഞിട്ട് മാത്രമാണ്
ളുഹർ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. അതിന് അസർ ജമ്മ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതും അപ്പോഴേ പറ്റുകയുള്ളൂ. അപ്പൊ ഇത് അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന്റെ ആദ്യ സമയം അത് ആകേണ്ടതുണ്ട്, അതല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഇനി ഇത് ഇജ്മാ ഉള്ള വിഷയമാണ്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഒരാൾ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉറക്കമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ മറവി ഒരാൾക്ക് സംഭവിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരാൾ നിസ്കരിച്ചു എന്ന് വിചാരിച്ചു, പക്ഷെ അയാൾ മറന്നുപോയതാണ്, അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ട്. അത്തരക്കാരായ ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നാമ അൻ സലാത്തിൻ ഔ നസിയഹ ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ. ആരെങ്കിലും ഒരാൾ ഒരു നിസ്കാരത്തെ തൊട്ട് ഉറങ്ങിപ്പോകുകയോ അതല്ല എങ്കിൽ മറന്നു പോവുകയോ ചെയ്താൽ ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ, അത് ഓർമ്മ വന്ന ഉടനെ അവൻ നിസ്കരിക്കട്ടെ. അവന് കുറ്റമില്ല എന്നാണ്. ഈ രണ്ട് വിഭാഗത്തിന് കുറ്റമില്ല. ഉടനെ അവർ നിസ്കരിക്കുക എന്നതാണ് അവർക്കുമേൽ നിർബന്ധമായിട്ടുള്ളത്. എന്നാൽ ഒരാൾ മനഃപൂർവ്വം ഒരു വക്ത് അത് ഒഴിവാക്കി കഴിഞ്ഞാലോ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് പ്രധാനമായ ഒരു അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞത്. അവൻ എത്ര തന്നെ നിസ്കരിച്ചുകൊണ്ടും കാര്യമില്ല. ശരി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. അതുപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമുക്ക് മറ്റേതൊരു ഷർത്തും, ഒരുപാട് ഷർത്തുകൾ നമുക്ക് നിസ്കാരം സ്വീകരിക്കപ്പെടാനുണ്ട്. ആ ഷർത്തുകളിൽ ഒന്നാണ് ദുഖൂലുൽ വഖ്ത്, സമയമാകുക എന്നുള്ളത്. മറ്റു പല ഷർത്തുകൾ പോലും ഈ ദുഖൂലുൽ വഖ്തിനു വേണ്ടി, സമയമാകുക എന്നതിനു വേണ്ടി, സമയത്ത് തന്നെ നിസ്കരിക്കുക എന്നതിനു വേണ്ടി ഒഴിവാക്കപ്പെടുമെന്നാണ്. ഒരു വ്യക്തി അയാൾക്ക് സമയമായി, ഫജറിന്റെ സമയമായി, ഫജർ നമുക്കറിയാം ജമഅ ചെയ്യാൻ പറ്റാത്ത നിസ്കാരമാണ്, ആ സമയത്ത് തന്നെ നിസ്കരിക്കേണ്ടത്. പക്ഷെ അയാൾക്ക് വെള്ളമില്ല, കയ്യിൽ വെള്ളമില്ല, തയമ്മും ചെയ്യാൻ യാതൊരു വകുപ്പും കയ്യിലില്ല. അയാൾ രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുകയാണ്. അയാൾക്ക് ബോധമുണ്ട്, നിസ്കരിക്കാൻ പറ്റുന്ന ബോധത്തിലാണ്. ഒരാൾക്ക് ബോധമുണ്ടോ അയാൾ നിസ്കരിച്ചിരിക്കണം. ഒരാൾക്ക് ബോധമുണ്ടോ അയാൾ നിസ്കരിച്ചിരിക്കണം. പല ആളുകൾക്കും അറിയില്ല. രോഗികളായി കിടക്കുന്ന സമയത്ത് വിചാരിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നിസ്കരിച്ചാൽ മതി എന്നാണ്. ഒരാൾക്ക് അയാളുടെ തലക്ക് ബോധമുണ്ട്, കൃത്യമായി വെളിവുണ്ട് എങ്കിൽ ആ വക്ത്, ആ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരാളൊരു ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് വിചാരിക്കുക, അയാൾക്ക് ബോധമുണ്ട്, ഓപ്പറേഷൻ തുടങ്ങിയിട്ടില്ല, അയാൾക്ക് ബോധമുണ്ട്, അയാൾക്ക് വുളു എടുക്കാൻ സാധിക്കുകയില്ല, വെള്ളമില്ല, പോകാൻ സാധിക്കുകയില്ല, തയമ്മും ചെയ്യാൻ സാധിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം ആ വക്തിൽ, ആ ഹാലിൽ നിസ്കരിക്കണം. ഒന്ന്, അയാൾക്ക് ത്വഹാറത്ത് സംഭവിച്ചിട്ടില്ല എങ്കിലും നിസ്കരിക്കണം, കാരണം സമയം പ്രാധാന്യമാണ്, ഒഴിവാക്കാൻ പാടില്ല. ചിലപ്പോൾ അയാൾ കിബിലക്ക് നേരെ ആയിരിക്കില്ല തിരിഞ്ഞു കിടത്തിയത്, എന്നാലും നിസ്കരിക്കേണ്ടതുണ്ട്. അയാൾ വസ്ത്രത്തിൽ നജസുണ്ടാകും, അയാളുടെ ശരീരഭാഗങ്ങളിൽ നജസുണ്ടാകും, എന്നാലും നിസ്കരിക്കേണ്ടത്. നിസ്കാരം അവിടെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. ചിലപ്പോൾ ഔറത്ത് വരെ മറക്കാത്ത രൂപത്തിലായിരിക്കണം. അയാൾക്ക് ചിലപ്പോൾ അത് ഔറത്ത് മറക്കാനുള്ള ഒരു വസ്ത്രം കിട്ടിയിട്ടില്ല, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചു. ഒരാളൊരു വീട്ടിന്റെ ഉള്ളിലായി, ഒരു മുറിയുടെ ഉള്ളിലായി, ജയിലിൽ അടക്കപ്പെട്ടു, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടായി. സമയമായി, അയാൾക്ക് വുളു കൊടുക്കാനുള്ള വെള്ളമില്ല, ചെറിയൊരു ഔറത്ത് മറയാത്ത, അത് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ചെറിയ വസ്ത്രമേ അയാൾക്കുള്ളൂ, അങ്ങനെയുള്ള ചെറിയൊരു നിക്കർ മാത്രമേ അയാൾ കിട്ടിയത്, നിസ്കരിക്കാൻ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ആ വക്തിൽ, ആ അവസ്ഥയിൽ നിസ്കരിക്കണം, നിർബന്ധമാണ്. ഒരു വസ്ത്രമില്ല എങ്കിൽ പോലും ആ അവസ്ഥയിൽ അയാൾ നിസ്കരിക്കേണ്ടതുണ്ട്. വെള്ളമില്ല എങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനാണ് സലാത്തുൽ ഖൗഫ്, ഭയപ്പാടിന്റെ സമയത്ത് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത്? ഖുർആനിൽ എന്തിനാണ് ഭയപ്പാടുള്ള സമയത്ത് നിസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ആയത്ത് വന്നിട്ടുള്ളത്? എന്തിനാണ്? കാരണം യുദ്ധത്തിന്റെ സമയമാണെങ്കിൽ, അതിന് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട്, എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും നാട്ടിൽ തിരിച്ചെത്തി നിസ്കരിച്ചാൽ മതി എന്നല്ല. യുദ്ധത്തിന്, ശത്രുവിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് പോലും ആ വക്തിൽ നിസ്കരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജംഅ ചെയ്യാൻ പറ്റാത്ത നിസ്കാരമാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിസ്കരിക്കണം. ഒരാൾ ഇശാ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് സുബഹ് ജംഅ ചെയ്യാൻ പറ്റുകയില്ല. ഇശാന്റെ സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ ഉദർ വന്നാൽ അയാൾ രാത്രി, പാതിരാത്രിക്കുള്ളിൽ തന്നെ ഇശാ നിസ്കരിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് സുബഹിയുടെ സമയത്ത് വന്നാൽ അങ്ങനെ തന്നെ നിസ്കരിക്കേണ്ടതുണ്ട്. എന്നാൽ ളുഹറിന്റെ സമയത്ത് വന്നാൽ അയാൾക്ക് വേണമെങ്കിൽ അസറിനോടത് ജംഅ ചെയ്യാൻ തരപ്പെടുമോ എന്ന് ചിന്തിക്കാം, എന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആ രൂപത്തിൽ മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് ഇശ ഒരുമിച്ച് തന്നെ നിസ്കരിക്കാം, അല്ലെങ്കിൽ ഇശയോട് ജംഅ ചെയ്യാൻ മഗ്രിബ് ഒരാൾക്ക് നിയത്താക്കാം. അതല്ല എങ്കിൽ ആ വക്തിൽ നിസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഹദീസ്, അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് لقد كان رسول الله صلى الله عليه وسلم يصلي الفجر فيشهد معه نساء من المؤمنات متلفعات بمروطهن ثم يرجعن إلى بيوتهن ما يعرفهن أحد من الغلس. ഈ ഹദീസ് കൊടുത്തിട്ട് ഹദീസിലെ 2-3 വാക്കുകളുടെ അർത്ഥം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അൽ മുറൂത്തു അക്സിയത്തുൻ മുഅല്ലമത്തുൻ തകൂനു മിൻ ഖസ്സിൻ വതകൂനു മിൻ സൂഫിൻ. മുതലഫിആത്ത് എന്ന് പറഞ്ഞാൽ മുതലഹിഫാത്ത്, വൽ ഗലസ് എന്ന് പറഞ്ഞാൽ ഇഖ്തിലാത്തു ദിയാഇസ് സുബ്ഹി ബിളുൽമത്തിൽ ലൈൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, ലഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അൽ ഫജ്ർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഫജ്ർ നിസ്കരിക്കാറുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കാൻ എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പതിവായി ചെയ്യുന്നു എന്നൊരർത്ഥം അതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി സുബഹി നിസ്കരിച്ചത് ഈ സമയത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫയശ്ഹദു മഅഹു നിസാഉ മിനൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളായ സ്ത്രീകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു, സുബഹി നിസ്കാരത്തിന് പങ്കെടുക്കാറുണ്ടായിരുന്നു. അവരുടെ രൂപം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. മുതലഫിആത്ത് ബിമുറൂത്തിഹിന്ന, അവർ അവരുടെ തുണി കൊണ്ട്, മുറൂത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അക്സിയത്തുൻ മുഅല്ലമത്തുൻ തകൂനു മിൻ ഖസ്സിൻ വതകൂനു മിൻ സൂഫിൻ, സിൽക്ക് കൊണ്ടോ പട്ടുകൊണ്ടോ അതല്ലെങ്കിൽ കമ്പിളിയോടെയോ മറ്റോ തുണിയാണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ തലയിൽ കൃത്യമായി ചുറ്റിയിട്ടുണ്ട്. അഥവാ അത് പൂർണ്ണമായ ഹിജാബിലാണ് അവർ വരുന്നത് എന്ന് മനസ്സിലാക്കാം. സുമ്മ യർജിഅന ഇലാ ബുയൂത്തിഹിന്ന, അവർ പിന്നീട് വീട്ടിലേക്ക് മടങ്ങിപ്പോകും. മാ യഅരിഫുഹുന്ന അഹദുൻ മിനൽ ഖലസ്, ഇരുട്ടിന്റെ ആധിക്യം കാരണത്താൽ അവരൊരാളും തിരിച്ചറിയപ്പെടുമായിരുന്നില്ല. എന്താണ് ഈ ഹദീസിന് ഈ ബാബുമായിട്ടുള്ള ബന്ധം? അഥവാ സുബഹിയുടെ സമയം ഇതിൽ വന്നിട്ടുണ്ട്. സുബഹി എപ്പോൾ നിസ്കരിക്കണം ഒരു ഖിലാഫുള്ള വിഷയമാണ്. അതിൽ കുറച്ച് അല്പം വെട്ടം വന്നിട്ട് നിസ്കരിക്കണമോ അതല്ല ആദ്യ സമയത്ത് നിസ്കരിക്കണമോ? നിങ്ങൾക്കറിയാം ഹനഫികൾ കുറച്ച് വെട്ടം വന്നിട്ടേ നിസ്കരിക്കുകയുള്ളൂ. അപ്പോൾ ഏതാണ് അതിന്റെ അഫ്ളലായ വക്ത്, ഏതാണ് ശരിയായ വക്ത് എന്നതിനുള്ളൊരു മറുപടി ഹദീസിനുണ്ട്. ഹദീസിൽ വന്ന ഭാഗം മുതലഫിആത്തുൻ ബിമുറൂത്തിഹിന്ന, അഥവാ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മസ്ജിദിൽ സുബഹി നിസ്കരിക്കാൻ വന്ന സ്ത്രീകളെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരെങ്ങനെയായിരുന്നു വന്നത്? മുതലഫിആത്തുൻ ബിമുറൂത്തിഹിന്ന, അവർ അവരുടെ മുറൂത്ത്, നമ്മൾ പറഞ്ഞു മുറൂത്ത് എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ പട്ടിന്റെയോ അതല്ല എങ്കിൽ കമ്പിളിയുടെയോ മറ്റോ പുതപ്പുകളാണ്. അപ്പൊ അങ്ങനെയുള്ള പുതപ്പ് കൊണ്ട് അവർ അത് ചുറ്റി പൊതിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നു. അഥവാ ഒരു പെണ്ണിന്റെ ഹിജാബ് എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലാണ്. കൃത്യമായി അവളുടെ വസ്ത്രം കൊണ്ട് മറയേണ്ടതുണ്ട്. അവളുടെ ശരീരത്തിന്റെ ഭംഗികൾ ഒന്നും തന്നെ പുറത്തു കാണാൻ പാടില്ല. പണ്ഡിതന്മാർ പറയുന്നു വലാ തഖ്റുജ് മിൻഹു ഇല്ലാ ഐന, ഈ ഹദീസിൽ അഥവാ സഹാബത്തിൽ അധികവും അവർ സ്വീകരിച്ചിരുന്ന രീതി എന്നത് നിഖാബ് പോലെയുള്ളതല്ല. മറിച്ച് അവരിൽ അധികവും സ്വീകരിച്ചിരുന്നത് ഒരു കണ്ണു മാത്രം പുറത്തു കാണാവുന്ന രൂപത്തിലാണ്. എന്നാൽ രണ്ട് കണ്ണും പുറത്ത് കാണിക്കുക എന്നുള്ളത് ജായിസാണ്, അനുവദനീയമാണ്. അത് കുറെ കാലത്തിന് ശേഷം വന്നിട്ടുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾ അവർ മസ്ജിദിലാകട്ടെ അവർ അതല്ലാത്ത സ്ഥലങ്ങളിൽ, ഇവിടെ നോക്കണം, ഇവിടെ മസ്ജിദിന്റെ കാര്യമാണ് പറയുന്നത്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആളുകൾ പൊതുവെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. കാരണം അള്ളാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ടാണ് ഫജറിന് അവർ നിസ്കാരത്തിലേക്ക് വരുന്നത്, വീടുകളിൽ നിന്ന് നിസ്കാരത്തിലേക്ക് വരുന്നത്. സഹാബത്താണുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇമാം. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സ്ത്രീകൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, ആളുകൾ പൂർണ്ണമായി വസ്ത്രം മറച്ചുകൊണ്ടാണ്. അപ്പൊ അതല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അതല്ലാത്ത അങ്ങാടികളിലേക്കും മറ്റുമൊക്കെ പോകുന്ന സ്ത്രീകൾ അവരെത്രമാത്രം അറിഞ്ഞിരിക്കണം, എത്രമാത്രം അറിഞ്ഞിട്ടാണ് അവർ പുറത്തു പോകേണ്ടത് എന്നവർ മനസ്സിലാക്കുക. ഇവിടെ ഹിജാബ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സൗന്ദര്യം പൂർണ്ണമായി മറയുന്ന വസ്ത്രം എന്നാണ്. അതല്ലാതെ ഏതെങ്കിലും രൂപത്തിലുള്ള വസ്ത്രങ്ങൾക്ക് അതിന് ഹിജാബ് എന്ന് പേരിട്ടത് കൊണ്ട് ഹിജാബ് ആവുകയില്ല. ഇന്ന് ആളുകൾ വളരെ വ്യാപകമായി ഹിജാബ് എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് ഹിജാബ് വ്യത്യസ്ത കളറുകളിലുള്ള വർണ്ണങ്ങളിലുള്ള ഹിജാബ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ തലയിൽ ചുറ്റുന്ന ഒരു രൂപത്തിലുള്ള തുണി കാണിച്ചുകൊണ്ട് അതാണ് ഹിജാബ് എന്ന് പറയുന്നത്. ഒരിക്കലും അതല്ല. ഹിജാബ് എന്ന് പറഞ്ഞാൽ ഉള്ള ഭംഗിയെ മറച്ചു വെക്കുക എന്നുള്ളതാണ്, പുതിയതായി ഭംഗി കാണിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് സ്ത്രീകളായ ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ടത് അവർ ഉള്ളിൽ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിന്റെ ഭംഗിയും തന്റെ ശരീരത്തിന്റെ ഭംഗിയും അതെല്ലാം പൂർണ്ണമായി മറയുന്ന രൂപത്തിലുള്ള വസ്ത്രം, അതിനെ ഹിജാബ് എന്ന് പറയുകയുള്ളൂ. അത് ഏറ്റവും നല്ലത് കറുപ്പാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ മുറൂത്ത് എന്ന് പറയുന്നത് അത് കമ്പിളി, കളറുള്ള കമ്പിളിക്കും അങ്ങനെ പറയും ഭാഷാപരമായി. അതുകൊണ്ട് കളർ അല്പം വ്യത്യാസമുണ്ടായാൽ അത് തെറ്റില്ല, ഹിജാബിന്റെ നിബന്ധനയിൽ നിന്നും പുറത്തു പോകുന്നില്ല. കറുപ്പിന് പകരം ഒരാൾക്ക് അല്പം കളർ മാറ്റുള്ള ഒന്നാണ് കിട്ടിയത് എങ്കിൽ അതിൽ പ്രത്യേകിച്ചൊരു ലിബാസ് സീന അല്ല, ഒരു അലങ്കാരത്തിന്റെ വസ്ത്രമല്ല, മറിച്ചൊരു കളർ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതിൽ തെറ്റില്ല. പക്ഷേ അലങ്കാരത്തിനായി ആളുകൾ ഹിജാബിനെ ഉപയോഗിച്ചു തുടങ്ങിയാൽ ആ ഹിജാബ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യം അവർക്ക് നിറവേറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര ഹിജാബ് ധരിച്ചാലും അവർക്ക് പിന്നെയും ഒരു ആഗ്രഹമാണ്, ഒരല്പം ഡിസൈൻ വർക്ക് വേണമെന്ന്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്തതുപോലെ ഒരു കൈന്റെ അവിടെ ഒരു ചെറിയൊരു ഡിസൈൻ വർക്ക് വേണം, അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയൊരു അലങ്കാര പണി വേണം. യഥാർത്ഥത്തിൽ അവർ മനസ്സിലായി ഹിജാബ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അലങ്കാരം മാറ്റിവെക്കാനാണ്, പിന്നെ എന്ത് ഡിസൈൻ വർക്കിനാണ് പ്രസക്തിയുള്ളത്? അതുകൊണ്ട് തന്നെ അത്തരം വസ്ത്രങ്ങൾ വിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ ചെയ്യുന്നത് വലിയ ഉൽമാണ്. കാരണം ഈ ഹിജാബിന്റെ മുകളിൽ ഇനി ഒന്നും ഇടാൻ പോകുന്നില്ല. അപ്പൊ ആ ഹിജാബിന് നീ ഇട്ടു കൊടുക്കുന്ന അലങ്കാരം അത് തന്നെയാണ് പുറത്തേക്ക് കാണാൻ പോകുന്നത്. ഒരാളൊരു ചൂരിദാർ വിറ്റാൽ, അതല്ലെങ്കിൽ ഉള്ളിലിടുന്ന മറ്റെന്തെങ്കിലും വസ്ത്രം വിറ്റാൽ, അത് മിക്കവാറും മുസ്ലിം സ്ത്രീകൾക്കാണ് വിൽക്കുന്നതെങ്കിൽ അവർ അതിന്റെ മുകളിൽ ഒരു പർദ്ദ ഇടും.
എന്നാൽ ഈ ഹിജാബ് വെക്കുന്ന പർദ്ദ തന്നെ ഈ രൂപത്തിൽ ടൈറ്റുള്ളതും അത് കെട്ടി വെക്കാനുള്ള രൂപത്തിൽ പ്രത്യേകമായ അതിനുള്ള ആ ഒരു റിബണുകളും അങ്ങനെ അലങ്കാരപ്പണികളും അതിന് വെട്ടും കുത്തും വ്യത്യസ്ത രീതിയിലുള്ള കളറുകളും ഒക്കെ ആയിട്ടാണ് വെക്കുന്നത് എങ്കിൽ അവർ യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകളെ ഇങ്ങനെ അന്യായമായ ഹറാമ് ചെയ്യുന്നതിനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ ഒരിക്കലും തന്നെ ഹിജാബ് ഷറഈ അല്ലാത്ത, ഷറയിൽ അനുവദിക്കപ്പെടാത്ത രൂപത്തിലുള്ള ഹിജാബ് വെക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. കാരണം ആ ഒരു പർദ്ദയുടെ മുകളിൽ അവനെ ഒന്നും ഇടാൻ പോകുന്നില്ല, അതാണ് ഏറ്റവും മുകളിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് അത് വിൽക്കാൻ പാടില്ല. മറിച്ച് വിൽക്കുന്ന സമയത്ത് പൂർണ്ണമായി അവരുടെ ശരീരത്തിന് ആകാരഭംഗി കാണാത്ത, അതുപോലെ അലങ്കാര പണികൾ ഇല്ലാത്തത് വിൽക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് പറഞ്ഞു സുമ്മയർജിഅന ഇലാ ബുയൂതിഹിന്ന, പിന്നീട് അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. മാ യഅരിഫുന്ന അഹദുൻ മിനൽ ഗലസ്, ഗലസ് കാരണത്താൽ അഥവാ ഇരുട്ട് നിറഞ്ഞത് കാരണത്താൽ. ഗലസ് എന്ന് പറഞ്ഞാൽ അല്പം വെളിച്ചവും ബാക്കി ഇരുട്ടും നിറഞ്ഞു നിൽക്കുന്നതിനാണ് ഗലസ് എന്ന് പറയുന്നത്. അത് കാരണത്താൽ ആർക്കും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെ സുബഹി നേരത്തെ സമയത്താണ് നിസ്കരിച്ചത് എന്ന് കാണാൻ സാധിക്കും. നേരത്തെ സമയത്താണ് നിസ്കരിച്ചത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്കറിയാം ആദ്യ കാലഘട്ടത്തിൽ ഇന്നത്തതുപോലെ പ്രത്യേകിച്ച് പാർട്ടീഷനുകൾ ഉണ്ടായിരുന്നില്ല. കാരണം ചെറിയ മസ്ജിദാണ്, സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് ഏറ്റവും പുറകിൽ മസ്ജിദിലേക്ക് നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് നബിയോ സഹാബത്തോ ആരും തന്നെ തിരിഞ്ഞു പോവുകയില്ല. സ്ത്രീകളെല്ലാവരും പിരിഞ്ഞു പോയാൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ദിക്ർ ചൊല്ലാൻ വേണ്ടി പൊതുവെ ഇമാമുമാർ തിരിഞ്ഞു നിൽക്കാറുണ്ട്. അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് സ്ത്രീകൾ പൂർണ്ണമായി പോയതിനു ശേഷമാണ്. അത് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ മസ്ജിദിൽ നിന്നും പിരിഞ്ഞു പോകും. അവർ നിസ്കരിക്കാൻ വരികയാണ് എങ്കിൽ അവർ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകുമായിരുന്നു. കാരണം പുരുഷന്മാരുടെ നോട്ടം അവരിലേക്ക് ആകാതിരിക്കാൻ, പിന്നീട് അവർ പുറത്തു പോകുന്ന സമയത്ത് അവർ ഒരുമിച്ചാകാതിരിക്കാൻ, ഇതിനെല്ലാം വേണ്ടി നേരത്തെ തന്നെ പിരിഞ്ഞു പോകുന്നതായി കാണാൻ സാധിക്കും. ഇനി ഹദീസിൽ ഉള്ള പ്രധാനപ്പെട്ട ചില മസ്അലകൾ. ഒന്ന്, അന്നൽ മർഅത യജൂസു ലഹാ അൻ തുസല്ലി ഫിൽ മസ്ജിദ്, സ്ത്രീകൾക്ക് മസ്ജിദിൽ നിസ്കരിക്കുക എന്നുള്ളത് ജായിസാണ്, മുസ്തഹബാണ് എന്ന് പറഞ്ഞിട്ടില്ല. വളരെയധികം ശ്രേഷ്ഠകരമാണ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജായിസാണ്, അനുവദനീയമാണ്. കാരണം അതിന് ഒരുപാട് മസ്ലഹത്തുള്ള സമയമുണ്ടാകാം. ഇപ്പൊ ജുമുഅക്ക് വരുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വഅള അവർക്ക് കേൾക്കും. അതുപോലെ ദർസുകളുള്ള മസ്ജിദുകളാണെങ്കിൽ പണ്ഡിതന്മാർ പറയും വന്നു കഴിഞ്ഞാൽ അവർക്ക് ദീന് പഠിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള മസ്ലഹത്തുകൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് വരുന്നത് നല്ലത് തന്നെ. അതല്ലാതെ നിരുപാധികമായി മസ്ജിദുകളിലേക്ക് പതിവായി വരിക എന്നുള്ളത് അങ്ങനെ മുസ്തഹബായ ഒരു കാര്യമല്ല, പക്ഷെ ജായിസായ കാര്യമാണ്. കാരണം ഈ ഹദീസിൽ ഫജ്ർ നിസ്കാരത്തിന് പോലും വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ രണ്ടാമത്തെ, അന്നൽ മർഅ യജിബു അലൈഹാ അൻ തസ്തതിറ വതഖുദ വസിത്ര അൽ കാമിൽ, പൂർണ്ണമായി മറയുന്ന വസ്ത്രം ധരിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് നിർബന്ധമായ കാര്യമാണ്. കാരണം ഈ ഹദീസിൽ ലാ യുറഫ്ന, അവരെ കുറിച്ച് ലാ യഅരിഫുഹുന്ന അഹദുൻ, അവരാർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാളെ ഭാര്യയാണ്, മറ്റേയാളെ ഭാര്യയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് അത് അനുവദനീയമാണ്. അതല്ലാത്ത ചില സ്ത്രീകൾ ചിലപ്പോൾ തടിച്ചിട്ടായിരിക്കും, ചില സ്ത്രീകൾ നല്ല നീളമുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടേ അവർ തിരിച്ചറിയപ്പെടാൻ പറ്റുമെന്നാണ്. അതല്ലാത്ത രൂപത്തിൽ അവർക്ക് തിരിച്ചറിയപ്പെടാൻ പാടില്ല. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ വഹറ മിൻഹാ, അവർ അവരുടെ അലങ്കാരങ്ങൾ അത് കാണിക്കാൻ പാടില്ല. ഇല്ലാ മാ വഹറ മിൻഹാ, പ്രകടമായതൊഴികെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇല്ലാ മാ അൽഹറ മിൻഹാ, പ്രകടമാക്കിയതൊഴികെ എന്ന് പറഞ്ഞിട്ടില്ല പണ്ഡിതന്മാർ പറയുന്നു. കാരണം പ്രകടമാക്കാൻ പറ്റുന്ന കാര്യത്തിൽ ചില ആളുകൾ വിചാരിക്കും ഈ ഹദീസ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, കാരണം അതിന് അങ്ങനെ ഒരു തഫ്സീർ വന്നിട്ടുണ്ട്, മുഖവും മുൻകൈയും അത് ഈ പറയുന്നതിൽ നിന്ന് ഒഴിവാണ് എന്ന് വന്നിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയും. യഥാർത്ഥത്തിൽ അത് വ്യത്യസ്ത രൂപത്തിലുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു അതിൽ ഏറ്റവും സഹീഹായിട്ടുള്ളത് അത് മുഖവും മുൻകൈയും മറക്കുക എന്നുള്ളതാണ്. ധാരാളം അസറുകളും അതുപോലെ തഫ്സീറുകളും ഇബ്നു അബ്ബാസിന്റെയും ഇബ്നു മസ്ഊദിന്റെയും റളിയല്ലാഹു അൻഹുമാ തഫ്സീറുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇല്ലാ മാ വഹറ മിൻഹ എന്ന് പറഞ്ഞാൽ എത്ര തന്നെ മറച്ചാലും ഒരു സ്ത്രീക്ക് അവരുടേതായ ഒരു ആകാര ഭംഗികൾ നിലനിൽക്കുന്നുണ്ടാകും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതല്ലാതെ മുഖവും മുൻകൈയുമല്ല. മുഖവും മുൻകൈയും അടക്കം പൂർണ്ണമായി മറക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഹിജാബ് എന്ന് പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്നുള്ള ഒരു മസ്അല കൂടി ഇവിടെ നമുക്ക് ഈ ബാബുമായി ബന്ധപ്പെട്ടുള്ള മസ്അല എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ ഈ ഗലസിലാണ് പുറപ്പെട്ടത് എന്നുള്ളത് ഫജ്റിന് അത് നേരത്തെ നിസ്കരിക്കലാണ് വേണ്ടത്. അഥവാ ഇരുട്ട് നിറഞ്ഞ് അഥവാ നിസ്കാരം കഴിയുമ്പോഴേക്കും അത്രേ ഉള്ളൂ, ഇരുട്ട് തന്നെയാണ് ബാക്കിയുള്ളത്, അല്പം വെളിച്ചമടങ്ങിയ ഇരുട്ട് തന്നെയാണ് ബാക്കിയുള്ളത്. അങ്ങനെ നിസ്കരിക്കലാണ് ഫജ്റിന്റെ സമയം എന്ന് വന്നതായി കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഹദീസുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ആ ഹദീസുകളിലാണ് ബാക്കിയുള്ള നിസ്കാരത്തിന്റെയും അതുപോലെ കൃത്യമായിട്ട് എങ്ങനെയാണ് നിസ്കാരത്തിന്റെ സമയം നിർണ്ണയിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك